നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പക്ഷേ ശ്യാം ഈ ലാബ് റിപ്പോർട്ടേ ഇനി ഒരിക്കലും പുറത്തെടുക്കരുത്. എടുത്ത അകത്താവുന്നത് വിക്രമായിരിക്കില്ല, നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി വർഷയാണ്. അയ്യോ വേണ്ട 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 വേണ്ട. ഇനി കല്യാണം കഴിക്കാൻ വേണ്ടി പച്ചക്കറി അറിയാനൊന്നും മോള് പഠിക്കണ്ട. ദിയമോളെ ഞങ്ങള് കെട്ടിച്ചയക്കാൻ പോകുന്നതേ വലിയൊരു വീട്ടിലേക്കാ. അവിടെ പാചകത്തിന് വേലക്കാരികളൊക്കെ ഉണ്ടാവും. മോക്കൊന്നും ചെയ്യേണ്ടി വരില്ല. മോൾ എന്തേ ആലോചിക്കുന്നത്? ഭാവി ഭർത്താവിനെ കുറിച്ചാണോ? ആളെങ്ങനെയാ, സുന്ദരനായിരിക്കോ? എന്നാ കൈ മുറിയാതെ പതുക്കെ പച്ചക്കറി അരിഞ്ഞു തുടങ്ങിക്കും. അയ്യോ വേണ്ട, കുഞ്ഞിന്റെ കൈ മുറിയും. ഇല്ല അച്ഛമ്മേ, മോള് ചെയ്തോളാം. ആഹാ, അല്ല ഇതാരാ ഈ പച്ചക്കറി അരിയുന്നേ? ഇത് സാമ്പാറിനാണോ അവിയലിനാണോ? അവിയലിന്. മോളെ കൈ മുറിക്കരുത് കേട്ടോ. ഹരിതേ, അടുത്ത മാസം ലീവ് എടുക്കേണ്ടി വരും. ദിയമോളുടെ കല്യാണോ? എന്നെ കളിയാക്കല്ലെന്ന് പറ. ഇനി എന്റെ മോളെ കളിയാക്കരുത് കേട്ടോ. അതിരിക്കട്ടെ, ആരാ കല്യാണ ചെറുക്കൻ? പറയട്ടെ. പറയ്. പറയുന്നേ. കുഞ്ഞിക്ക. കുഞ്ഞിക്കയോ? അതാരാ? അമ്മയ്ക്ക് ആളെ മനസ്സിലായില്ലേ? ഇല്ല. അമ്മേ, ദുൽഖർ സൽമാന് ദിയയുടെ ഭാവി വരൻ. അമ്പടി കള്ളി. ആ അമ്മേ, ജഗൻ ചേട്ടൻ വരുന്നുണ്ട്. ഹരിതയും കൂടെ കൂടിയാ ജഗന് നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കുക. എനിക്കതിന് പാചകമൊന്നും അറിയില്ലല്ലോ. ഹരിതാണ്ടിക്ക് പാചകം ഞാൻ പഠിപ്പിച്ചുതരാം. ഇതാ നിങ്ങൾക്കുള്ള സ്നേഹ സമ്മാനം. വർഷയുടെ ഭർത്താവാണെന്നുള്ള ഒറ്റ പരിഗണനയില്ലെങ്കിൽ ഈ നിമിഷം തന്നെ വിക്രമന്റെ കൈകളിൽ കൈവിലങ്ങ് വെക്കുന്ന ദൃശ്യം ചാനലിലൂടെ പുറലോകം കണ്ടേനെ. ഒറ്റ ചാൻസ്, ഇന്നത്തോടെ ഈ ബിസിനസ് നിർത്തിയേക്കണം. അതെ, എന്നേക്കുമായി അവസാനിപ്പിച്ചിരിക്കണം. ഓഹോ, കൊള്ളാം. കല്യാണ മണ്ഡപത്തിലേക്ക് വർഷയുടെ കയ്യും പിടിച്ച് കയറി വന്ന ക്ലാസ്മേറ്റ് ആജ്ഞാപിക്കുന്നു. കൊള്ളാം. പക്ഷെ ഇത്തരത്തിലുള്ള നിലവാരമില്ലാത്ത തമാശകളെ എനിക്ക് രസിക്കൂല. അത് വിട്. പിന്നെ എന്തൊക്കെയുണ്ട് ശ്യാമേ, സുഖം തന്നെയല്ലേ? അങ്ങനെ വിഷയം മാറ്റാനൊന്നും ശ്രമിക്കണ്ട. ഞാൻ വർഷയുടെ നല്ല സുഹൃത്താ. നിങ്ങൾ തമ്മിലുള്ള വിവാഹത്തില് വളരെയേറെ സന്തോഷിച്ചവനാ. ഓഹോ, ചതിക്കുന്നവൻ ആരായാലും അവനെ ഞാൻ തകർത്തിരിക്കും. വെരി ഗുഡ്. സുഹൃത്തുക്കളായാൽ ഇങ്ങനെ തന്നെ വേണം. പക്ഷേ ശ്യാം ഈ ലാബ് റിപ്പോർട്ടേ
ഇനി ഒരിക്കലും പുറത്തെടുക്കരുത്. എടുത്ത അകത്താവുന്നത് വിക്രമായിരിക്കില്ല, നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി വർഷയാണ്. എന്റെ കാറിലോ ഓഫീസിലോ എന്റെ പേരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലോ ആർക്കും തന്നെ ഈ പാക്കറ്റ് കണ്ടെത്താനാവില്ല. ഇത്തരത്തിലുള്ള നിയമവിരുദ്ധമായ ഒരു ബിസിനസ്സും ഞാൻ നടത്തുന്നില്ല. ഞാൻ പാവ ഒരു ആയുർവേദ കഷായ വിൽപ്പനക്കാരൻ. മനസ്സിലായോ? നിന്റെ കയ്യിലിരിക്കുന്ന കടലാസും നീ പറയുന്ന കഥകളും എന്നെയും വർഷയും തമ്മിൽ തെറ്റിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമാണെങ്കിലോ? അങ്ങനെ വർഷ എന്നിൽ നിന്ന് അടർത്തി മാറ്റിയ ശ്യാമിന് വല്ല ലാഭമുണ്ടോ? ഉണ്ടോ? ശ്യാമേ, ഞാൻ തികച്ചും നിരപരാധിയാ. എന്നെ കൊടുക്കാൻ വേണ്ടി മെനക്കെടുന്നത് വെറും വേസ്റ്റാ. മാത്രമല്ല സ്വയം കുരുക്ക് വീഴാനും സാധ്യതയുണ്ട്. ഇനി ഈ പാട്ടോണ്ടെങ്കിൽ എടുത്തു മാറ്റ്, ഇല്ലെങ്കിൽ ഇടിച്ചു തെറിപ്പിച്ച് മുന്നോട്ട് പോകും ഞാൻ. ആ ലാബ് റിപ്പോർട്ട് കൊണ്ടുപോയി പൂജാമുറിയിൽ വെച്ച് പൂജിക്ക്. സൽബുദ്ധി തോന്നട്ടെ. അങ്ങനെ സൽബുദ്ധി തോന്നിയാ ചിലപ്പോ ഭഗവാൻ ആയുസ് കൂടി തരും. ആ വണ്ടി എടുത്തങ്ങ് മാറ്റിക്ക്. വണ്ടി എടുത്ത് മാറ്റാ. ചുമ്മാ ശ്യാമേ, വണ്ടി മാറ്റി കൊടുക്ക. ശരിയാ. ചേച്ചി, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.